ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു എഗ്ഗ് കട്ട്ലൈറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പൊട്ടാറ്റോ ഒന്ന് നമ്മൾ പുഴുങ്ങി എടുത്തിട്ട് ഒന്ന് ഉടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ എഗ്ഗ് ഒന്ന് പുഴുങ്ങിയിട്ട് അതും ഒന്നിങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിനാവശ്യമായ സാധനങ്ങളാണ് കേട്ടോ. നമ്മുടെ സബോള വേണം, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, പിന്നെ നമ്മുടെ മല്ലിയില വേണം കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മുടെ ബ്രെഡ് ഒന്ന് നമ്മൾ പൊടിച്ചെടുത്തു. പിന്നെ നമ്മുടെ മൈദ ഒന്ന് നമ്മൾ കുറച്ച് കലക്കി വെച്ചു കേട്ടോ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമുക്ക് എഗ്ഗ് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എഗ്ഗ് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ നോക്കിയാലോ. അടുപ്പിലേക്ക് ചട്ടി വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച സബോളയും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് വെച്ച സബോള ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് വഴച്ചെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ സബോളയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ആയി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി നമ്മളൊന്ന് ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ വളരെ കുറച്ച് കട്ട്ലേറ്റ് മാത്രമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നതുള്ളൂ. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ആരും അങ്ങനെ കഴിക്കില്ല കേട്ടോ. അപ്പം നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. വെളുത്തുള്ളി, ഇഞ്ചിയുടെ ഒക്കെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും, കുരുമുളക് പൊടിയും, ഗരം മസാലയും, ചിക്കൻ മസാലയും, ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കട്ടെ. അപ്പം അതിൻ്റെ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ച പൊട്ടാറ്റോയും എഗ്ഗും ഒക്കെ ഒന്ന് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്ക് അതിലേക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മല്ലിയിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇനി നമ്മളിത് വേറെ രീതിയിലും ഉണ്ടാക്കും കേട്ടോ. നമ്മൾ എഗ്ഗ് ഫ്രൈ ചെയ്ത് എടുത്തിട്ടും ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ എഗ്ഗ് ഒന്ന് പുഴുങ്ങി എടുത്തിട്ട് അങ്ങനെ ആ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ ഭാഗത്തൊക്കെ മഴയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇന്ന് മഴ പെയ്യാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കിച്ചണിൽ നോക്കിയപ്പോൾ പുറത്തുനിന്ന് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മളൊന്ന് റൗണ്ട് ആക്കി എടുത്തിട്ട് നമുക്ക് നമ്മുടെ കട്ട്ലേറ്റിന്റെ രൂപത്തിൽ ഒന്ന് പരത്തി എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബോട്ടിലിന്റെ മൂടിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്ത് നമ്മുടെ കട്ട്ലേറ്റിന്റെ രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ കണ്ടോ ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ എടുത്തതിന് ശേഷം പിന്നെ നമുക്കത് നമ്മുടെ മൈദ കലക്കി വെച്ചതിലേക്ക് ഒന്ന് മുക്കി കൊടുത്തിട്ട് ഇത് നമ്മളൊന്ന് പൊടിച്ച് വെച്ചതിലേക്ക് ഒന്ന് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുക്കിയെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് അതേപോലെ ഓരോന്ന് നമുക്ക് റൗണ്ടാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിനുള്ളതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് അങ്ങനെ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ കട്ട്ലേറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഗൈസ്, അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഒന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു സോസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്നത് അതേപോലത്തെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എല്ലാവരും ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോയുമായി വരാം. ബൈ.